നമസ്കാരം. നടൻ മോഹൻലാൽ അഥവാ ആരാധകരുടെ ലാലാട്ടൻ്റെ ചില പ്രത്യേകതകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിണറായിയുടെ മുന്നിലെത്തുമ്പോൾ പിണറായിയെ പൊക്കിപ്പറയും, മോദിയുടെ മുന്നിലെത്തുമ്പോൾ മോദിയെ പൊക്കിപ്പറയും. നിലപാടുകളുടെ കാര്യത്തിൽ ഭയങ്കര ബാലൻസിംഗ് ആണ്. അവിടെയില്ല ഇവിടെയില്ല എന്ന തലത്തിലാണ്. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ച മീനാക്ഷി എന്ന് പറഞ്ഞ ഒരു ചെറിയ നടി കൂടി ഇപ്പോൾ ലാലേട്ടൻ്റെ പാതയിലാണ് എന്ന് തോന്നുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹിന്ദു ഏകതാ സമ്മേളനത്തിന് അഭിവാദ്യം അല്ലെങ്കിൽ ആശംസയൊക്കെ അർപ്പിച്ചുകൊണ്ടൊരു പോസ്റ്റൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇട്ട ആ വ്യക്തി അതിനു മുമ്പ് നിലപാട് കൊണ്ട് പലതവണയും ഏറിൽ പോയ വ്യക്തിയാണ്. പലപ്പോഴും പല വിവരക്കേടുകൾ അടക്കം പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ ഏറ്റവും ഒടുവിലായിട്ട് ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിന് ആശംസ അർപ്പിച്ചു. ആ വീഡിയോ കണ്ടപ്പോൾ സംഖ്യകൾ തന്നെ വിചാരിച്ചു, എന്ത് പറ്റി, ഈ കൊച്ചിന് എന്ത് പറ്റി, ഈ കൊച്ച് നന്നാവാൻ തീരുമാനിച്ചോ എന്നൊക്കെ അവർ ഒരു നിമിഷം ചിന്തിച്ചു. പക്ഷേ ആ ചിന്തയും തെറ്റായിരുന്നു എന്ന് ഇപ്പോൾ രാവിലെ ആ കുട്ടി കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. നമുക്കറിയാം ഇന്ത്യയുടെ കാരണം കൊണ്ടല്ല ഇവിടെ യുദ്ധം നടക്കുന്നതെന്ന്. പാചകവാതത്തിൻ്റെ ക്ഷാമം ഉണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് മാത്രമല്ല, ഇവിടെ പിന്നെയും ഭേദമാണ്. നമ്മുടെ തൊട്ടയൽ രാജ്യമായ പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയൊക്കെ കാര്യം കടുകട്ടിയാണ്. അവിടെ വലിയ ദുരിതത്തിലാണ് ജനങ്ങൾ. അത്രയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ പലപ്പോഴും ആളുകൾ എന്താ പറയുക, വെറുതെ അങ്ങ് പാനിക്കാകുകയാണ്, അല്ലെങ്കിൽ അവരെ അങ്ങനെ ആക്കുന്നതാണ് ഇവിടുത്തെ ഡിവൈഎഫ്ഐയും ടീമൊക്കെ. ഈ കുട്ടി രാവിലെ വന്നിട്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം, ആ പോസ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് നിറച്ച കുറ്റിയാണ്, സീഡ് പൊട്ടിക്കാത്തൊരു കുറ്റിയാണ് ആ കുട്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്യാസ് പോയത് നമ്മുടെയാണ്. യുദ്ധം നടക്കുന്ന അങ്ങ് പശ്ചിമേഷ്യയിലാണെങ്കിലും അതിൻ്റെ ഒരു മിസൈൽ പോലും മുറ്റത്ത് വീണില്ലെങ്കിലും അതിൻ്റെ ബലം അനുഭവിക്കുന്നത് നമ്മളാണ് എന്ന തരത്തിലാണ് ഈ ചെറിയ വായിൽ വലിയ വർത്തമാനമായി ഈ കൊച്ചു വന്നൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒരു കാലിക്കുറ്റി കാണിക്കണമായിരുന്നു. അല്ലാതെ നിറച്ച കുറ്റിയും കാണിച്ചിട്ട് ഗ്യാസ് ക്ഷാമത്തെപ്പറ്റി പോസ്റ്റ് ഇട്ടാൽ തീർച്ചയായിട്ടും എയറിൽ പോകും. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ കുട്ടി അതാ അങ്ങ് എയറിലാണ്. ഇനി അവിടെ വെച്ച് കഴിഞ്ഞ ദിവസം എയറിലായ വി വസീഫിനെ കാണാനോ അല്ലെങ്കിൽ സ്ഥിരം എയർവാസിയായ റഹീമിനെയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. കുറേ കാലമായിട്ട് ഈ കുട്ടിയിടുന്ന പോസ്റ്റുകളും മറ്റുമൊക്കെ കണ്ടിട്ട് അതിൻ്റെ പ്രായമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിട്ടിരുന്ന പലരും മുതിർന്ന ആളുകൾ പോലും ഇപ്പോൾ അതിനെ വിമർശിക്കുന്നുണ്ട്. കാരണം എല്ലാ കാര്യത്തിലും കയറി അങ്ങ് തലയിടുകയാണ് ഈ കൊച്ചി. അതായത് ചിലർക്കൊരു വിചാരമുണ്ട്, ടെലിവിഷൻ ചാനലിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സിനിമയിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ തങ്ങൾ പിന്നെ എല്ലാ കാര്യത്തിലും കയറി അഭിപ്രായം പറയണമെന്നൊക്കെ ഒരു ഷാഠ്യമാണ് അവർക്ക്. ചില കാര്യത്തിലൊക്കെ ബുദ്ധിപരമായി മിണ്ടാതിരിക്കുന്നത് ഒരു രാഷ്ട്രീയമാണ് എന്ന ബോധം അവർക്കില്ല. ഒരുപക്ഷെ ഇവർ ചെയ്യുന്നതൊന്നും ഇവരുടെ മാതാപിതാക്കൾ അറിയണമെന്നില്ല. ഇത് ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ, പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ ഇനി അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. പക്ഷേ മിനിമം ഒരു പോസ്റ്റ് ഇടുമ്പോൾ എയറിൽ പോവാതിരിക്കാനുള്ള സംഗതികളെങ്കിലും അതിൽ കാണണം. അല്ലെങ്കിൽ ഇതുപോലെ ആ പോസ്റ്റ് തെയ്യുക മാത്രമല്ല, വളരെ നിശിതമായ രീതിയിൽ വിമർശിക്കപ്പെടുകയും ചെയ്യും. ഇപ്പോൾ നിഷ്പക്ഷമായിട്ടുള്ള ആളുകൾ തന്നെ ആ കുട്ടിയോട് ചോദിക്കുന്നു, നിറച്ച കുറ്റിയുമായിട്ട് വന്നിട്ട് ഇങ്ങനെ പോസ്റ്റ് ഇടുമ്പോൾ, അതും ഗ്യാസ് കിട്ടുന്നില്ല എന്ന തരത്തിൽ തോന്നിപ്പിക്കുന്ന തരത്തിൽ പോസ്റ്റ് ഇടുമ്പോൾ അതൊരു ഇരട്ട താപ്പല്ലേ? മറിച്ച് കാലിയായ ഒരു കുറ്റിയും കൊണ്ടാണ് കാണിക്കുന്നതെങ്കിലൊക്കെ നമുക്കത് മനസ്സിലാക്കാം, അവർക്ക് ഗ്യാസ് കിട്ടിയിട്ടില്ല. ഇത് നിറകുറ്റി കയ്യിരിക്കുന്നു, സ്വാഭാവികമായിട്ടും വേറൊരു കുറ്റി ഗ്യാസിൽ കണക്റ്റ് ആയിരിക്കും. അപ്പോൾ നിലവിൽ 2 കുറ്റിയുണ്ട്. 2 കുറ്റിയുള്ള ഒരാൾ ഗ്യാസ് ക്ഷാമം എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുമ്പോൾ അത് ഒരു സ്വയം അപഹാസ്യമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. അതുതന്നെയാണ് ആ കൊച്ചിന് സംഭവിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ലാലാട്ടൻ്റെ കാര്യം പറഞ്ഞ കണക്കാണ്. നിലപാടിൻ്റെ കാര്യത്തിൽ വല്ലാതങ്ങ് ബാലൻസ് ചെയ്ത് ഒടുവിൽ അവിടെയുമില്ല ഇവിടെയുമില്ല, തൃശങ്കുവിലായി എന്നൊരു അവസ്ഥയിലേക്ക് പോവുകയാണ് മീനാക്ഷി എന്ന ഈ ചെറിയ നടി. ഇതിൻ്റെയൊക്കെ കാര്യമുണ്ടോ എന്ന് കൂടി ആലോചിക്കണം. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യത്തിനും പറ്റിയിട്ടും നിങ്ങൾ, അതായത് സെലിബ്രിറ്റീസ് എന്നൊക്കെ ഓമന പേരിട്ട് വിളിക്കുകയാണ് കേട്ടോ. മറ്റ് രാജ്യങ്ങളിലാണ് ഇത്തരക്കാരെ ആ ഗണത്തിൽ പെടുത്തത്തേയില്ല. അവിടെ ഒരു ലെവൽ കഴിഞ്ഞവരെ മാത്രമേ ഈ സെലിബ്രിറ്റീസ് എന്ന ഗണത്തിൽ പെടുത്തുള്ളൂ. അല്ലാതെ 1-1.5 മുറിയിൽ റോളുമൊക്കെ ആയിട്ട് ചെറിയ സിനിമകളിൽ അഭിനയിക്കുന്നവരൊന്നും സെലിബ്രിറ്റികളുടെ കൂട്ടത്തില്ല. പക്ഷേ നിങ്ങളെ അങ്ങനെ ഇവിടുത്തെ മാധ്യമങ്ങളാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ആ പകിട്ടിൽ നിന്നുകൊണ്ട് സകല കാര്യത്തിനും അഭിപ്രായം പറയണമെന്ന് നിങ്ങൾക്ക് തോന്നും. അത് നിങ്ങളെ കൊണ്ട് കുഴിയിൽ ചാടിക്കുകയും ചെയ്യും. അതാണിപ്പോൾ സംഭവിച്ചത്.